ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മളെ ഡാമിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മള് നേരെ ഡാമിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞത് വീണ്ടും നമ്മുടെ കാസർഗോഡ് സൈഡിൽ എത്തിയിട്ടുണ്ട്. ഫ്ലൈ ഓവറിന്റെ അടിയിലാണ് കേട്ടുള്ളത്. അപ്പൊ നമ്മളന്ന് രാത്രി വർക്ക് ചെയ്ത സ്ഥലമൊക്കെ മൊത്തം ടാർ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം നല്ല സ്പീഡിലാണ് കേട്ടോ ഇവിടെ വർക്ക് പോകുന്നത്. ഇപ്പൊ കൂടെയായിട്ട് നമ്മുടെ അനീഷ് ചേട്ടനുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വർക്ക് വരുന്നത് ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഏരിയയിൽ എവിടെയോ ആണ്. ഇനിയിപ്പോ ഇവിടുന്ന് നോക്കണം എന്താ പരിപാടി എങ്ങനെയാന്നുള്ളത്. അപ്പൊ നമ്മുടെ ഫ്ലൈ ഓവറൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. അത്യാവശ്യം മഴക്കാറൊക്കെ ഉണ്ട്. അപ്പൊ സുഹൃത്തുക്കൾ, നമ്മള് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിലായിട്ടാണ് ഇന്നത്തെ പരിപാടി തുടങ്ങിയത്. അപ്പൊ ഇവിടുന്ന് മണ്ണ് കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ജയകൃഷ്ണന്റെ ഇറ്റാച്ചിയാണ് ഇപ്പോൾ ലോഡായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുപോലെ നമ്മുടെ ക്രെയിൻ ഇവിടെ ക്രാഷ് വെയറൊക്കെ വെച്ച് റെഡിയാക്കുന്നുണ്ട്. നമ്മുടെ സേഫ്റ്റി ആകിലും ഒപ്പമുണ്ട് കേട്ടോ. മൊത്തം മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാസർഗോഡ്. അപ്പോൾ നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ JCBയും അവിടെ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഇറ്റാച്ചി ലോഡ് ചെയ്ത് നമ്മുടെ വണ്ടി ഫുള്ളാവാറായിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കട്ട് ചെയ്ത് താത്തേണ്ട സ്ഥലമാണ്. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ അവിടെ എവിടെയായിട്ട് ഇങ്ങനെ കട്ടിങ് നടന്നു വരുന്നുണ്ട്. നമ്മുടെ ട്രാഫിക്കും അതുപോലെ തന്നെ കൺട്രോൾ ചെയ്ത് വേണം ഇവിടുത്തെ വർക്ക് ചെയ്യാൻ. ഇന്ന് അത്യാവശ്യം നല്ല മഴക്കാറുണ്ട് കേട്ടോ. ഈ ആകാശമൊക്കെ മൊത്തം മൂടി കെട്ടി നിൽക്കുകയാണ്. അപ്പൊ നല്ല അടിപൊളി മണ്ണാണ് കേട്ടോ നമ്മുടെ കാസർഗോഡ് ഫ്ലൈ ഓവറിന്റെ അടിയിലായിട്ടുള്ളത്. നല്ല ചുവന്ന നല്ല അടിപൊളി മണ്ണാണ്. അപ്പൊ നമ്മുടെ മണ്ണ് ഇങ്ങനെ ലോഡ് ചെയ്ത് വരുന്നുണ്ട്. അതേപോലെ നമ്മുടെ ദൂരെയായിട്ട് നമ്മുടെ ട്രെയിനും കാര്യമായിട്ടുള്ള പണി തന്നെയാണ്. കാസർഗോഡ് ഉണർന്നു വരുന്നേ ഉള്ളൂ. വലിയ തിരക്കൊന്നും ആയില്ല. നമ്മുടെ റോഡൊക്കെ തുറന്ന് ബസ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ട്രാഫിക് ഒരുപാട് കൺട്രോൾ ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ ഒരു വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഫ്ലൈ ഓവറിന്റെ അടിയിലായിട്ട് മൊത്തം പിടുത്തം പെട്ട പണി തന്നെയാണ്. അപ്പൊ നമ്മുടെ വണ്ടി ലോഡായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് എവിടെയാ തട്ടണ്ടേ എന്നറിയില്ല. അപ്പൊ നമ്മുടെ സൂപ്പർവൈസറോട് ചോദിച്ചിട്ട് എങ്ങോട്ടാണെന്നുള്ള നോക്കിയിട്ട് വേണം അങ്ങോട്ട് പോവാൻ. അപ്പോൾ നമ്മൾ ലോഡുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ലോഡ് തട്ടേണ്ട സ്ഥലം കാസർഗോഡ് ഫ്ലൈ ഓവറിൽ നിന്ന് എടുത്തിട്ട് നേരെ കുമ്പള ഭാഗത്തോട്ടാണ്. അപ്പൊ ഇതാ ഇവിടെയൊക്കെ ടാർ ചെയ്യേണ്ട പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മൊത്തം നമ്മുടെ എമഷൻ വണ്ടിയും പേവറും റോളറൊക്കെ ഇതേ ഇവിടെ കാണാം. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലൈ ഓവറിന്റെ അടിയിലുള്ള ഓരോ സാധനങ്ങൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഇതാ കർവിന്റെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമ്മുടെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ 330 ഇറ്റാച്ചിയും കിടപ്പുണ്ട്. ഇവിടെയൊക്കെ നമ്മുടെ ഗ്രേഡർ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. മൊത്തം പണി തന്നെയാണ്. ഇവരൊക്കെ മൊത്തം WM വലിച്ച് ശരിയാക്കേണ്ട പരിപാടിയാണ്. അപ്പൊ മെയിനായിട്ട് നമ്മുടെ കാസർഗോഡ് ഫ്ലൈ ഓവറിന്റെ അടിയിലായിട്ടാണ് കേട്ടോ എല്ലാ വർക്കും ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ സുഹൃത്തുക്കളെ, കുമ്പള ഭാഗത്തോട്ടായിട്ട് ഒരു ലോറി താഴെ പോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ക്രെയിൻ ഉപയോഗിച്ച് പൊക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആളുകൾക്കൊന്നും പരിക്കില്ല എന്ന് തോന്നുന്നു. ഒരു കണ്ടെയ്നർ ലോറിയാണ് കേട്ടോ. ഓ, നല്ല താഴ്ചയിലോട്ടോ പോയതല്ലേ. ഈ വണ്ടി അല്ലല്ലോ അത്. സൗണ്ടാ മണിപ്പാല്. സൗണ്ട്സിന്റെ വണ്ടിയാലേ. ഇപ്പൊ ഇതാ മൊത്തം തൂക്കിയെടുത്ത്
വെക്കുന്നുണ്ട്. കേബിൻ സൈഡൊന്നും വലിയ ഡാമേജ് ഇല്ല, അതുകൊണ്ട് ഓടിച്ച ആൾക്കാർക്ക് വലിയ പരിക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. വണ്ടി തൂക്കിയെടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് മണ്ണ് തട്ടേണ്ട സ്ഥലം ഈ പാലത്തിന്റെ അപ്പുറമാണ് കേട്ടോ. അപ്പോൾ ആകാശമൊക്കെ നല്ല ഇരുണ്ട് മൂടി കെട്ടിയിട്ടാണുള്ളത്. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇത് എവിടെയാണ് കേട്ടോ നമ്മൾ മണ്ണ് തട്ടുന്നത്? കുമ്പള പാലത്തിന്റെ അടുത്തായിട്ടാണ്. ഇപ്പൊ ലോഡ് തട്ടി തുടങ്ങിയിട്ടുണ്ട്. റോഡിലൂടെയൊക്കെ വണ്ടി തലങ്ങനം വലങ്ങനം ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ തന്നെ ഇതേ ഒരു ലോറി അവിടെ മറിഞ്ഞ് കിടക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ വർക്ക് തീരാത്ത റോഡാണ്. ചിലയിടങ്ങളിൽ റോഡ് പണി മൊത്തം കഴിഞ്ഞ് നല്ല ഉഷാറായ റോഡൊക്കെ കാണും. എന്നാൽ പോലും ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. കാരണം പല പല സ്ഥലങ്ങളിൽ പുതിയ പുതിയ ഡൈവേഷനുകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മണ്ണ് ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ നമ്മളിത് ഇവിടെ എന്തായിരുന്നു ലോഡ് ചെയ്തത്. അപ്പോൾ അവിടെയുള്ള ഇറ്റാച്ചി പണിയും കഴിഞ്ഞ് ഇതേ സൈഡിലൂടെ പോകുന്നുണ്ട്. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ലോഡ് ഇവിടുന്ന് മണ്ണൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാസർഗോഡ് റോഡൊക്കെ തിരക്ക് കൂടിക്കൂടി വരുന്നുണ്ട്. മൊത്തം പരിപാടി തന്നെയാണ് കേട്ടോ. അതേ നമ്മുടെ കാസർഗോഡിൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. നമ്മുടെ ഫ്ലൈ ഓവറിൽ നോക്കി എന്തൊരു അടിപൊളിയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഇങ്ങനെ വളഞ്ഞ് നല്ല കർവ് രൂപത്തിൽ ഇങ്ങനെ അതേ റാ പോലെയാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു മഴവില്ല് പോലെയാണ് നമ്മുടെ ഫ്ലൈ ഓവർ ഇങ്ങനെ വളഞ്ഞ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ അവസാന ഘട്ടം വർക്കും ഇവിടെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ അടിയിലുള്ള വർക്കായിരുന്നു നമ്മൾ തീർക്കേണ്ട ഭാഗം. അപ്പോൾ അതിപ്പോൾ ഇതാ നല്ല സ്പീഡിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ കാഞ്ഞങ്ങാട് ഭാഗത്തോട്ട് പോകുന്ന റോഡാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ പണിയെടുക്കുന്നത്. നമ്മുടെ വണ്ടി ഇവിടെ ലോഡിങ്ങിനായി വെച്ചിട്ടുണ്ട്. നമ്മളിന്ന് മണ്ണൊക്കെ തട്ടുന്നത് കുമ്പള ഭാഗത്തോട്ടായിട്ടാണ് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മൾ നേരത്തെ കാറ്റിയ മണ്ണൊക്കെ കുമ്പള കൊണ്ടുപോയി തട്ടി വന്നു. അപ്പോൾ ഇതേ ഇവിടെ നിന്നാണ് കേട്ടോ മണ്ണ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊത്തം പരിപാടി തന്നെയാണ് നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ അടിയിലായിട്ട്. ഈ റോഡൊക്കെ താൽക്കാലികമായിട്ട് ഇപ്പം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ കാസർഗോഡ് ഫ്ലൈ ഓവറിൻ്റെ അടിയിലായിട്ട് ഇതേ സർക്കാരിൻ്റെ നമ്മുടെ NH-ൻ്റെ ഒരു വണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ പാലത്തിൻ്റെ വെയറിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ മൊത്തം ചെക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു വണ്ടിയും കൊണ്ടാണ് അവർ വന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരു കൊട്ടയൊക്കെ ഉണ്ട്. അപ്പോൾ ആവശ്യാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാം. ശരിക്കും നമ്മുടെ കോൺക്രീറ്റ് ബൂം പമ്പിൻ്റെ അതേ സെറ്റപ്പാണ്. അപ്പോൾ പാലത്തിൻ്റെ വെയറിങ്ങും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇതാ ഇവിടെ മൊത്തം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടെയൊക്കെ GSB ഒക്കെ തട്ടി റെഡിയാക്കുന്നുണ്ട്. തൊട്ട് വിറകിലായിട്ടാണ് കേട്ടോ നമ്മുടെ വണ്ടി ഇപ്പം മണ്ണൊക്കെ ലോഡ് ചെയ്യുന്നത്. അതേപോലെ ഇത് ഇവിടെ ഇപ്പം നമ്മുടെ പാലത്തിൻ്റെ വയറിംഗ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ NHന്റെ ടീം വന്നിട്ട്. ഇതാണ് ആ സെറ്റപ്പ്. അതേപോലെ തന്നെ പിറകിലായിട്ട് ഇവിടെ മൊത്തം ക്രെയിനാണ് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ മൊത്തം ക്രെയിന് പൊക്കി വെച്ചിരിക്കുന്ന കാണാം. ഇപ്പോൾ പാലത്തിൻ്റെ പൈപ്പിൻ്റെ പരിപാടികളാണ്, പൈപ്പ് ലൈൻ്റെ പരിപാടികളാണ്. നമ്മുടെ പാലത്തിൻ്റെ മുകളിലുള്ള വെള്ളമൊക്കെ കറക്റ്റ് താഴോട്ട് ക്ലിയറായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ ചെയ്യുകയാണ്. അതേപോലെ ഇവിടെയൊക്കെ മൊത്തം GSB അടിച്ച് വരുന്നുണ്ട്. താഴത്തെ റോഡ് മൊത്തം ഫൈനൽ ലെവൽ താറിങ് കഴിഞ്ഞു കേട്ടോ. ഇനി ഇവിടെയൊക്കെ ആയിട്ട് ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ തന്നെ വരാനുണ്ട്. ദൂരെയായിട്ട് നമുക്ക് ഇൻ്റർലോക്ക് കട്ടകളൊക്കെ ഇറക്കി വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ കരന്തക്കാട് ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേ ഒരു സൈഡിലായിട്ട് നമ്മുടെ താറിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള തിരക്കാണ്. ഒരു സൈഡ് റോഡ് ബ്ലോക്കാണ് കേട്ടോ. അപ്പം നമ്മുടെ രണ്ട് വണ്ടികളും അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് വരുന്നതൊക്കെ ഒരു റോഡിൻ്റെ ഒരു സൈഡിലൂടെയാണ്. അതിൻ്റെ നല്ലൊരു തിരക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കാസർഗോഡ് ഫ്ലൈ ഓവറിൻ്റെ കാഴ്ചകൾ ഇതേ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്. ഒറ്റത്തൂണിൽ അങ്ങനെ രാജകീയ നിപ്പാണ് കേട്ടോ നമ്മുടെ ഫ്ലൈ ഓവർ. ആർക്കും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. അടിയിലൊക്കെ നല്ല വിശാലമായ സ്ഥലങ്ങളാണ്. അപ്പം നമ്മുടെ ക്രെയിനൊക്കെ അതെ ഇവിടുന്ന് പൈപ്പ് ലൈൻ്റെ പണിയിലാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, അതെ നമ്മുടെ നടു റോഡിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. വേറെ ഓപ്ഷനൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ വണ്ടി ഇത് ഇവിടുന്ന് ലോഡ് ചെയ്യുന്നുണ്ട്. നേരെ തൊട്ടടുത്തായിട്ട് ഇത് നമ്മുടെ ജയകൃഷ്ണൻ ഇറ്റാച്ചിയും പണിയിലാണ്. അതേപോലെ പിറകിലൊക്കെ നല്ല അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ. ചെറിയ ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മൾ ലോഡൊക്കെ തട്ടി വീണ്ടും കാസർഗോഡ് ടൗണിലെത്തിയിട്ടുണ്ട്. സമയം ഏതാണ്ട് ഇപ്പോൾ 2:30 ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെയുള്ള തിരക്കാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. അത്യാവശ്യം നല്ല തിരക്കായി തുടങ്ങി. ഇനി വൈകുന്നേരം എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. സുഹൃത്തുക്കളെ, നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതേ നമ്മുടെ ഇറ്റാച്ചൊക്കെ ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതാ റൂമിലോട്ട് വെച്ച് പിടിക്കുകയാണ്. മഴയൊക്കെ വന്ന് തുടങ്ങി കേട്ടോ.